ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പേര കൃഷിയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ നല്ലവണ്ണം ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ് പേര. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ധാരാളം പേരൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പേര നടാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം ഈ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. അപ്പോൾ കുരുവിട്ട് മുളപ്പിക്കാം, അല്ലെങ്കിൽ നമ്മൾ തൈകൾ വാങ്ങി നഴ്സറിയിൽ നിന്ന് വെക്കുവാണെങ്കിലും നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള പേരയ്ക്ക നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കും പേരയ്ക്ക് നടുവോ, വാങ്ങി നടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ വിചാരിക്കും. നമ്മുടെ നാട്ടിൻപുറത്ത് ധാരാളം ഉള്ളതാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ പേരയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ പേര ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ നിന്നാണ് നമ്മുടെ നാട്ടിലോട്ടൊക്കെ എത്തിയത് കേട്ടോ. അപ്പോൾ ഒരു വിദേശി തന്നെയാണ് നമ്മുടെ പേരയും. ഇപ്പോൾ നമ്മുടെ നാടൻ സ്വന്തമായി മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല വലിയ മരമായിട്ട് തനിയെ നമ്മൾ കിളിപ്പിച്ചതൊന്നുമല്ല, തനിയെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. നമ്മുടെ നാടൻ പേരയാണ്, പക്ഷേ നല്ല വലിപ്പവും നല്ല ടേസ്റ്റും ഉള്ള സംഭവമാണ്. അപ്പോൾ പേരയ്ക്ക് ആയി വരുമ്പോൾ തന്നെ ഹൈറ്റ് കുറഞ്ഞാണ് ഇത് വളരുന്നതെങ്കിൽ നമുക്കൊരു കവർ കൊണ്ട് കെട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൽ വേറെ ആക്രമണങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വലിപ്പത്തിൽ കിട്ടും. അല്ലെങ്കിലാണ് പെട്ടെന്ന് ഓരോന്ന് കടിച്ച് കളയുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മൾ ഈ കടകളിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ കിട്ടുന്ന കിറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ അടിഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഓട്ടയാക്കി വെക്കുക. അതിന് ശേഷം നമ്മൾ കവർത്തി ഈ മുകളിലേക്ക് ഇട്ടിട്ട് കെട്ടി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ വെള്ളം വന്നാൽ അത് താഴേക്ക് പൊക്കോളും, അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടന്നാൽ ചീഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ഇട്ട് കിടന്നാൽ ഞാൻ ഈ പേരയ്ക്ക് അങ്ങനെ ഇട്ട് എടുത്തതാണ്. അപ്പോൾ ഇതുമ്പോൾ ഞാൻ 1-2 സ്ഥലത്ത് കവർ കെട്ടി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വാവലും അതും അണ്ണാൻ പച്ചല കൊടുക്കുക ഇങ്ങനത്തെ കിളികളൊക്കെ വന്ന് തിന്നും. അവർ വന്ന് കൊത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതെ, വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ കളയേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇവിടെ താഴെ വലിയ പേരക്കകൾ വരെ കിടക്കണ്ടേ, പഴുത്ത് വീണ്. ഇതിലും വലിപ്പമുള്ള സൈസൊക്കെ ഇവിടെ പഴുത്ത് കിടക്കണതാണ്. ഇപ്പം നിറയെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിറയെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രത്യേകിച്ച് ഇതിന് വളമൊന്നും കൊടുക്കാറില്ല. പക്ഷേ നമ്മൾ മറ്റ് ചെടികൾക്ക് വളം കൊടുക്കുമ്പോൾ ഇവർക്ക് ആ വളം വലിച്ചെടുക്കും. ഇവരുടെ വേരുകൾ അവിടെയൊക്കെ ഉണ്ട്. ഇവിടെ ചുറ്റും മരങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ വളം ചെയ്യാത്തത്. അല്ലെങ്കിൽ നമ്മൾ ജൈവ വളങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് ചെടി ഗ്രോത്ത് ആവാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ ഡ്രമ്മിലൊക്കെ നടുന്നവരും അതേപോലെ മാസത്തിലൊരിക്കലെങ്കിലും വളം ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ പേരയ്ക്ക ഉണ്ടാകുകയുള്ളൂ. നന്നായിട്ട് ഡ്രമ്മിലൊക്കെ വെച്ചിട്ടും ആൾക്കാർ പേരയ്ക്ക ഉണ്ടായിട്ട് നമുക്ക് ഫോട്ടോയൊക്കെ അയച്ചു തരാറുണ്ട്. ഡ്രമ്മിൽ വെക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് വളം കൊടുത്താൽ ആ ഡ്രമ്മിൻ്റെ ഉള്ളിൽ മാത്രമല്ല അതിൻ്റെ വേര് നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളം അതിന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിലുള്ള വളം കൊടുക്കുകയും ഇപ്പോൾ അടിവളമായിട്ട് ചാണകപ്പൊടി, ആട്ടുംകാട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കൂടുതലും ലിക്വിഡായിട്ടുള്ള സംഭവങ്ങൾ ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് കായ്ച്ച് കിട്ടുകയും വേണ്ട പേരയ്ക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നുമല്ല, ഒരുപാട് ഗുണങ്ങളുണ്ട്. വൈറ്റമിൻ എ ധാരാളമുള്ള ഒന്നാണ്. നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് പേരയ്ക്ക കഴിക്കുക എന്നുള്ളത്. അതുപോലെ ദഹന പ്രശ്നങ്ങൾ അകറ്റാനായിട്ട്, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ടും ഒക്കെ നമ്മൾ ഇതേപോലുള്ള പഴങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പേരയ്ക്കയൊക്കെ നമ്മുടെ ഇവിടെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പറമ്പിലൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ ഉണ്ടാകുന്നതാണ്. അപ്പം മാക്സിമം ഇതുപോലുള്ള പഴങ്ങളൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കുക. നമുക്കപ്പോൾ ഈ പേരയ്ക്ക ചെത്തിയാലോ? കാര്യമായിട്ട് ഇതിൻ്റെ തൊണ്ടൊന്നും കളയേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ ഇത് കഴുകാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളൊന്ന് ചെത്തുന്നത് അല്ലേ. ഇനി നമ്മൾ താഴെ വീണതല്ലേ, ഇതുകൊണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ പല പല ഇതിപ്പോൾ നല്ല പാകമാണ്. ഓവറായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ ടേസ്റ്റ് കുറവാണ്. ചിലർക്ക് ഇഷ്ടമായിരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ പാകത്തിൽ കിട്ടും. ഞങ്ങൾക്ക് ഈ പാകമാണ് കൂടുതൽ ഇഷ്ടം. ശിവചേട്ടൻ കൊണ്ടുവന്നവിടെ വീട്ടിൽ വെച്ചിട്ട് പഴുത്തത് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് കഴിക്കാതെ. ഈ ഒരു പാകമാണെങ്കിൽ നമ്മൾ കഴിക്കും. ഇതാണ് നല്ല ഒരു കറക്റ്റ് പാകം. അപ്പോൾ നമ്മുടെ പേരയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് കാൽസ്യം ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പേര നട്ടിരിക്കുന്ന സ്ഥലത്ത് പേരയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും കുമ്മായം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ കുമ്മായം കറക്റ്റായിട്ട് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ കുറച്ച് കുമ്മായം അല്ലെങ്കിൽ നീറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പേരയ്ക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു വളമെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയില്ലേ, മുടി ഇങ്ങനെ കൊഴിഞ്ഞു വരുന്ന മുടിയൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് പേരയുടെ ചുവട്ടിൽ കുഴിച്ച് മൂടുക, അല്ലെങ്കിൽ ചാണകമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പേര നന്നായിട്ട് കായ്ക്കും. നിറയെ വലിയ പേരയ്ക്ക ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ മുഞ്ഞയുടെ ശല്യത്തിന് നമുക്ക് പുളിച്ച മോരില്ലേ, അത് നമുക്ക് വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ വെർട്ടീസിലിയം
ആ ബോട്ടിൽ അല്ലെങ്കിൽ ആ ഒരു പാക്കിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്, സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഞ്ഞയുടെ ശല്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ കായ്കളൊക്കെ ഷേപ്പ് മാറിയിട്ട് വരുന്ന ഒരു പ്രശ്നം കാണാറുണ്ട്. അപ്പോൾ അത് കായീച്ചയുടെ ശല്യം കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ കായീച്ച കെണികളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരങ്ങളിൽ വീട്ടിൽ തന്നെയാണ്, വീടിൻ്റെ അടുത്ത് തന്നെയുള്ള പേരയാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ പറമ്പിലാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുറേ ചപ്പ് ചവറൊക്കെ കൂട്ടിയിട്ട് നമ്മളൊന്ന് പുകച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കായ്ച്ചയുടെ ശല്യം ഉണ്ടാവില്ല. അത് നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന നല്ലൊരു കാര്യമാണ്. അതേപോലെ തന്നെ പേരയ്ക്കയ്ക്ക് ഷേപ്പ് വ്യത്യാസം ഉണ്ടാകുന്നു എന്ന് പറയാറില്ലേ. അപ്പോൾ അതിൻ്റെ മറ്റൊരു കാരണമെന്ന് പറയുന്നത് വളത്തിൻ്റെ കുറവാണ്. അപ്പോൾ നമ്മൾ ശരിയായ രീതിയിലുള്ള വളങ്ങൾ ഇട്ട് കൊടുത്തിട്ടില്ല എങ്കിലും അങ്ങനെ വരാം. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് വരാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത വളത്തെപ്പറ്റി നമുക്കറിയാമല്ലോ. അപ്പോൾ വളം കുറവാണെങ്കിൽ നമ്മൾ കുമ്മായം ഇട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് ജൈവ വളങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെടി നന്നായിട്ട് വളരുകയും പിന്നെ ഉണ്ടാകുന്ന കായ്കൾ നന്നായിട്ട് തന്നെ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ താഴത്തൊക്കെ ആണെങ്കിൽ നമുക്കത് ഒരു കവർ കൊണ്ട് കെട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകാതെ നന്നായിട്ട് തന്നെ പേരയ്ക്ക കിട്ടുന്നതാണ്. പിന്നെ പേരയെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് കുമിൾ രോഗമാണ്. അതായത് പേരയ്ക്കയുടെ ഉള്ളിൽ ചീഞ്ഞു പോകുന്ന അവസ്ഥയാണ്. അതിന് നമുക്ക് ട്രൈക്കോഡർമ ചാണകത്തിൽ മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് അങ്ങനെ മിക്സ് ചെയ്ത ചാണകം നമുക്ക് പേരയുടെ ചുവട്ടിൽ വളമായിട്ട് നൽകുകയാണെങ്കിൽ ഇതുപോലെ കുമിൾ രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സഹായിക്കും. ഈ പേരയ്ക്ക ചീഞ്ഞ് ഇതുപോലെ ഉള്ളിലൊക്കെ ചീഞ്ഞിട്ട് താഴെ വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യവും കുമിൾ രോഗം വീണ്ടും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കേട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് പേരയ്ക്കൊക്കെ താഴെ വീണ് അങ്ങനെ പോകാതെ അനുവദിക്കാതെ നമ്മൾ മാറ്റി അത് നശിപ്പിച്ച് കളയുക കൂടി ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുക. വേപ്പിൻ പിണ്ണാക്കൊക്കെ പേരയുടെ തടത്തിൽ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. പേരയ്ക്ക നമുക്ക് ആർക്കൊക്കെയാണ് കഴിക്കാനായിട്ട് നല്ലതെന്ന് പറഞ്ഞാൽ ഹൃദ്രോഗം അതേപോലുള്ള പ്രശ്നങ്ങളുള്ളവർ പേരയ്ക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ്. BP ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നല്ലതാണ്. അമിതവണ്ണം ഉള്ളവർക്ക് നല്ലതാണ്. ഇവിടെ ഒരാൾ ചക്കയും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ പേരയ്ക്ക കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ക്യാരറ്റിനുള്ളതിനേക്കാളും കൂടുതൽ വൈറ്റമിൻ A നമ്മുടെ പേരയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണിന് പ്രശ്നങ്ങളുള്ളവർ പേരയ്ക്ക നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും പേര വെച്ച് പിടിപ്പിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ഫ്രൂട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പരിചരണമൊക്കെ വളരെ സിമ്പിളാണല്ലേ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പേരയ്ക്ക പറിക്കാനും കഴിക്കാനും പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നിപ്പോൾ 3-4 പേരയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടിയൊക്കെ മുകളിൽ പറിക്കാൻ കിടപ്പുണ്ട്. ഒരുപാട് പേരയ്ക്ക പുറ്റുപുറ്റായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനി കുറേ കാലത്തേക്ക് ഇവിടെ പേരയ്ക്കയ്ക്ക് പഞ്ഞം ഉണ്ടാവില്ല. ഇപ്പോൾ പിന്നെ ചക്കയും മാങ്ങയും എല്ലാം കൂടി ഉള്ള ഒരു സമയമാണ്. ഇതെല്ലാം കൂടി ആയതുകൊണ്ട് ഞങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരത്തെ ഫുഡായിട്ട് ചക്കയാണ് കുഴച്ച് കഴിക്കുന്നത്. ചോറ് അങ്ങനെ വേറെ ഒന്നും കഴിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഫ്രൂട്ട്സുകളാണ് മാറി നമ്മുടെ ഇപ്പോഴത്തെ ഫുഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അത് കുഴപ്പമൊന്നുമില്ല. പണ്ടുള്ളവരൊക്കെ അങ്ങനെയല്ലേ, പഴവർഗ്ഗങ്ങളല്ലേ ആയിരുന്നു ഭക്ഷിച്ചിരുന്നത്. അപ്പം നമുക്കും ഞങ്ങളിപ്പോൾ ആ ഒരു രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ പേരയ്ക്ക കൊണ്ട് നമുക്ക് കിടലൻ ജ്യൂസ് ഉണ്ടാക്കാം. ഈ ഒരു പാകത്തിനുണ്ടാക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പച്ചടി ഉണ്ടാക്കാം, പായസം ഉണ്ടാക്കാം. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ പേരയ്ക്ക കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് ഈ പേരയ്ക്ക കൊണ്ട്. എൻ്റെ മോന് പേരയ്ക്ക ജ്യൂസാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നമുക്കൊരു ജ്യൂസിൻ്റെ റെസിപ്പി ഇതിനിടയ്ക്ക് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ പേരയ്ക്ക ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പേരയ്ക്ക നമ്മൾ 2 എണ്ണം കഴുകിയെടുത്ത് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് സാധാരണ മിക്സിയുടെ ജാറിലോ ഇതുപോലെ ജ്യൂസറിലോ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 സ്പൂൺ പഞ്ചസാരയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിന് അനുസരിച്ച് ചേർക്കുക. പിന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയൊന്നും ചേർക്കാതെ നമ്മൾ ഡയറക്റ്റ് ജ്യൂസ് അടിക്കുക ഇതിൻ്റെ അകത്തോട്ട്. അതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ജ്യൂസൊക്കെ അടിച്ചതിന് ശേഷം നമുക്ക് തേൻ ചേർത്താൽ മതി. അപ്പോൾ നമ്മളിതിലോട്ട് സാധാരണ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിന് പകരം പാലൊഴിച്ചിട്ടൊക്കെ ഉണ്ടാക്കാം. അതുപോലെ നോർമൽ മിക്സിയിലും ഉണ്ടാക്കാം. നമ്മളിവിടെ ജ്യൂസർ പോലുള്ള ഒരു സംഭവത്തിലാണ് ഉണ്ടാക്കുന്നതെന്ന് മാത്രം. സാധാരണ മിക്സിയിൽ നമുക്ക് കുറച്ച് വെള്ളം ഇപ്പോൾ ചേർത്തിട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. നല്ല കിടുകിടു പേരയ്ക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിച്ചൊഴിച്ചിട്ടുണ്ട്. കുരു കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ആക്കി ഇട്ടിട്ടുണ്ട്. നമ്മുടെ പേരയ്ക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പേരയ്ക്ക ജ്യൂസ്
നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേൻ ചേർത്ത് ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടി ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം ഇത് നമ്മൾ വെള്ളം ചേർക്കുന്നതിന് പകരം പാല് ചേർക്കാം, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്ത് കഴിഞ്ഞാൽ കിടു ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കി കുടിച്ച് നോക്കുക. പേരയ്ക്ക കൂടുതലുള്ളവരൊന്നും കളയരുത്. ഇതേപോലെ നമ്മൾ ഹെൽത്തി ഡ്രിങ്ക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ കൃഷിലോകം ചാനലിൽ ഒരുപാട് കൂട്ടുകാരുടെ വീട്ടിൽ പേരയ്ക്കയുണ്ട്, നല്ല വലിപ്പമുള്ള പേരയ്ക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ, ഇപ്പോൾ ഓൾറെഡി ഉണ്ടാകും. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾ ചെയ്യുന്ന വളപ്രയോഗം കാര്യങ്ങളൊക്കെ പേരയ്ക്ക് എന്ത് വളമാണ് നിങ്ങൾ ചെയ്തപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നവരെല്ലാം വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അത് വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും അതുപോലെ ഞങ്ങൾക്കും ഉപകാരപ്രദമായിരിക്കും. നമുക്കെല്ലാം ചെയ്ത് നോക്കാനായിട്ടുള്ള ഒരു പ്രചോദനം കൂടിയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത്. ആരുടെയൊക്കെ വീട്ടിൽ പേരയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ കൃഷിലോകം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളത്തുകൂടി സെലക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടും. തീർച്ചയായും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.